പക്ഷെ ഇത് ഏത് മരുന്ന് കൊടുക്കണമെന്നുള്ള മന്ത്രി തീരുമാനിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു അസുഖം വന്നാൽ അത് അസുഖം വരുന്നവരാദ്യം നമ്മൾ കുറ്റപ്പെടുത്തും. അസുഖം പോയി കഴിഞ്ഞാൽ അത് മന്ത്രിയുടെ കഴിവായിട്ട് വരും. ഇങ്ങനെയൊക്കെ വരുന്ന അതിന്റെ പറ്റി സിനിമ എടുക്കും. മന്ത്രി എന്ന് പറയുന്നത് തൽക്കാലത്തേക്കുള്ള പൊളിറ്റിക്കൽ ഹെഡാണ്. അവരുടെ ആ പരിമിതി അവർ തിരിച്ചറിയണം. അതെങ്ങനെയാണ്? അപ്പൊ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ ഹാർട്ട് അറ്റാക്കിനെ പറ്റി അല്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷനെ കാണിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഭക്ഷണ സമയത്തായത് കണ്ടത് വൈകുന്നേരം ഞായറാഴ്ച, ഞങ്ങൾ TV ഓഫ് ചെയ്ത് കളഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് വരാൻ അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് തന്നെ ഞാൻ പറയാം, താല്പര്യം ഉണ്ടെങ്കിലേ വരാം. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. സാർ, അപ്പൊ ഇപ്പോ കേരളത്തിന്റെ ഈ ഒരു സംവിധാനങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആരോഗ്യ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തില് പെട്ടെന്നൊരു പരിഷ്കാരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഏത് മേഖലയിലായിരിക്കും നമുക്ക് വേണ്ടി വരിക? അല്ല, നമുക്ക് സർവ്വ മേഖലയും നമുക്ക് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. ആരോഗ്യം എന്ന് പറയുന്ന ഒരു പാലം കെട്ടുന്ന പോലല്ല. ഒരു പ്രദേശത്ത് തോണിയേ ഉള്ളൂ, കാർ പോകാൻ പറ്റില്ല എന്നൊരു പാലം കെട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ 50-75 വർഷത്തേക്ക് ആ പ്രശ്നം പരിഹരിച്ചു. ആരോഗ്യരംഗം അങ്ങനെയല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാരും കോവിഡിനെ പറ്റി പ്രതീക്ഷിച്ചില്ല. കോവിഡിന് ലോകം തന്നെ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ന്യൂയോർക്കിൽ പോലും ടെന്റ് അടിച്ച് രോഗികളെ കിടത്തേണ്ടി വന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഒരാൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഉള്ളതിനെല്ലാം ഒന്ന് റീഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ കൂടാതെ ചില അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആരാ ഈ ഡോക്ടറാകുന്നത്? മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. ആരാ മെഡിക്കൽ വിദ്യാർത്ഥിയാകുന്നത്? എൻട്രൻസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത്. ഇപ്പം അമേരിക്കയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഞാൻ ജീവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അമേരിക്കയിൽ മാർക്ക് നോക്കും, പക്ഷേ അവരുടെ താല്പര്യം, ആപ്റ്റിറ്റ്യൂഡ് ഇതൊക്കെ വല്ലാതെ പരിശോധിക്കപ്പെടും. അവർ ചെറുപ്പത്തിലേ തന്നെ സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുണ്ടോ, വോളണ്ടറി ആയിട്ട് സർവീസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പരീക്ഷ തലേദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ പോലും. അപ്പം ഇങ്ങനെ ഒരാൾ പരീക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഡോക്ടർമാർ മോശമെന്ന് പറയുന്നില്ല, പക്ഷേ ഡോക്ടർമാരാകാൻ ആഗ്രഹമില്ലാത്തവരും ആയിക്കൂടാത്തവരെ കൂടെ ഒന്ന് പെടുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റം അവിടെ തൊട്ട് തുടങ്ങണം. ശരിക്കും കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ മാത്രം വരേണ്ട ഒരു മേഖലയാക്കണം. പിന്നെ സാധാരണക്കാരൻ ചെന്നുവിടുന്നത് ഈ ആരോഗ്യ വകുപ്പിലെ ആശുപത്രികളാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തൊട്ട് ജില്ലാ ആശുപത്രികൾ വരെയുള്ള അവിടെയൊക്കെ ഒരുപാട് പരാധീനതകളുണ്ട്. പല ജില്ലകളിലും ഒറ്റ ആശുപത്രിയിൽ പോലും പോസ്റ്റ്മോർട്ടം നടക്കാതെ ആ ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നുണ്ട്. പല പാവങ്ങൾ 2-3 ദിവസം പെട്ടുപോകും. അല്ലെങ്കിൽ അടിയന്തര ചികിത്സ പല ജില്ലകളിലും ഉച്ച കഴിഞ്ഞാൽ അത് മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ അപ്പോൾ ഇവരെല്ലാം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. അപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പരിമിതിയുണ്ട്. പക്ഷേ അവിടെ തന്നെ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, ഈ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയാൽ സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കും. മെഡിക്കൽ കോളേജുകൾ റഫറൽ ആശുപത്രികളായിട്ട് മാത്രം പ്രവർത്തിക്കും. ഇപ്പം നമ്മൾ തലവേദന വന്നാലും അവിടുത്തെ പോയി ന്യൂറോളജിസ്റ്റ്. അതുകൊണ്ടാണ് 700 പേര് കാർഡിയോളജി ഒപ്പിൽ ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ എത്തിപ്പെടുന്നത്. അത് നല്ല ശതമാനം കാർഡിയോളജിസ്റ്റിന്റെ ശ്രദ്ധ വേണ്ടാത്ര. അപ്പോൾ റഫറൽ സംവിധാനം ശക്തപ്പെടുത്തണം. പിന്നെ നമുക്ക് ഈ ആരോഗ്യ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. അവരെ ഒന്ന് റീഓർഗനൈസ് ചെയ്യേണ്ടി വരും. കാരണം പലപ്പോഴും അധികം ജോലി ഇല്ലാത്തവരും ഉണ്ട്. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി ചെന്ന് യുദ്ധസ്ഥലം പോലെ നഴ്സുമാരും ഡോക്ടർമാരും അകത്തിടുന്ന ഓട്ടമാണ്, നെട്ടോട്ടമാണ്. അപ്പോൾ ഈ വർക്ക് കൂടുതലുള്ളിടത്തേക്ക് കൂടുതൽ ആളെ കൊണ്ടുവരികയും താരതമ്യേന ജോലി കുറഞ്ഞവരെ വർക്ക് കൂടിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരും. ഇങ്ങനത്തെ ഒരു റീഓർഗനൈസേഷൻ ആവശ്യമായിട്ട് വരും. ഇതിനൊക്കെ കൂടാതെ നമ്മൾ ആദ്യത്തെ ഇനി ഏത് ഗവൺമെന്റ് വന്നാലും ആദ്യത്തെ ഒരു 3 മാസം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു കണക്കെടുപ്പ് നടക്കണം. കണക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പലയിടത്തും പറയില്ല, നമ്മളൊരു ലാൻഡ്സ്കേപ്പ് അനാലിസിസ്, നമ്മൾ എവിടെ നിൽക്കുന്നു. ഇപ്പൊ അതിന്റെ ഒരു സമാന്തരമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യണം. എന്നെ UDFന്റെ ഹെൽത്ത് കമ്മീഷനായിട്ട് നിയമിച്ചാണ്. ഞങ്ങൾ 5 അംഗങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഒരു കണക്കെടുപ്പ് നടത്തുകയാണ്. പക്ഷെ അത് ഗവൺമെന്റിന്റെ പിന്തുണ കുറവാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് രേഖകൾ കിട്ടില്ല, ഡേറ്റ കിട്ടാത്തതിന്റെ പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട്. അപ്പൊ അതൊരു ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. കൃത്യമായ കണക്കെടുപ്പ് നടത്തുക, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ സൈഡിൽ നിന്ന് അന്വേഷിക്കുക. ജനങ്ങളുടെ ആവശ്യം ഇപ്പൊ പലപ്പോഴും ഒരു ലാൻഡ്, ഭൂമി ആരെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കുന്ന കുന്നിന്റെ മേളിലായിരിക്കും. നമ്മൾ അവിടെ കൊണ്ടൊരു ആശുപത്രി വയ്ക്കും. പാവപ്പെട്ടവനും വയ്യാത്തവനും ഈ കുന്നിന്റെ മേളിൽ എങ്ങനെ കയറി പറ്റും? ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് ആരോഗ്യ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു മെഡിക്കൽ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു പുനർചിന്തനം നടത്തണം. ഇത്രയും ഡോക്ടർമാർ നമുക്ക് ആവശ്യമുണ്ടോ, അത് ഇതിൽ കൂടുതൽ വേണോ, ഇതൊന്നും കണക്കെടുക്കുന്നില്ല. ആർക്കും തോന്നും മെഡിക്കൽ കോളേജ് തുടങ്ങും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ സീറ്റ് ഒരു മന്ത്രിക്ക് തോന്നുമ്പോൾ കൂടും.
ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 40 കൊല്ലം മുമ്പ് പഠിക്കുമ്പോൾ 200 പേർക്കുള്ള ക്ലാസ് റൂം, 200 പേരുണ്ട് ഒരു ക്ലാസ്സിൽ, 200 പേർക്ക് സീറ്റില്ലായിരുന്നു. താമസിച്ച് വരുന്ന ഒരു തറയിലായി പോകുമായിരുന്നു. കുറച്ച് വർഷം മുമ്പ് അത് 250 സീറ്റാക്കി. അപ്പോൾ 250 സീറ്റുള്ള അല്ലെങ്കിൽ 250 മെഡിക്കൽ വിദ്യാർത്ഥികൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെക്ചർ ഹാൾ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലില്ല. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ നിലവാരത്തെ ഞാൻ പറഞ്ഞ അടിമുടി ജനസംഘടനകളുടെ പിന്തുണയോടുകൂടി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഉൾപ്പെടുത്തി ഒന്ന് ആദ്യം പരിശോധന നടത്തണം, പിന്നെ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. അപ്പൊ ഇത് ഇപ്പൊ ആരോഗ്യ സൂചികകളിൽ മുന്നിലാണ് കേരളം എന്ന് പറയപ്പെടുമ്പോഴും ഇപ്പൊ നമ്മൾ കോവിഡ് കാലം എടുക്കുമ്പോൾ പോലും ഒത്തിരി ഘടനാപരമായ രീതിയിലേക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാലമാണ് ഈ കോവിഡ് കാലം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആഗോള സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞു ഇപ്പൊ പരിഷ്കരിക്കേണ്ട മേഖലകൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേന് ഇപ്പൊ WHO പോലുള്ള സ്ഥാപനങ്ങളിൽ അവിടുന്ന് പോളിസീസ് ഒക്കെ രൂപപ്പെടുത്തി വരും. അതിങ്ങനെ ഒരു രാജ്യത്തിന്റെ പോളിസി ആയിട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ പോളിസി ആയിട്ട് രൂപപ്പെടുത്തി എടുക്കുമ്പോഴും ഉള്ള പ്രധാന വെല്ലുവിളി എന്തായിരിക്കും? അപ്പൊ ഇതിപ്പോ ഈ സാറ് പറഞ്ഞത് ഇപ്പൊ ഒരു നമ്മുടെ മൊത്തത്തില് സംസ്ഥാനത്തിന്റെ ഒരു പരിഷ്കരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു പോളിസികൾ വരുമ്പോഴത്തേനും അതിന്റെ വെല്ലുവിളി എന്തായിരിക്കും? അപ്പൊ അതിനുമുമ്പ് ഒന്നാം സ്ഥാനത്തെ പറ്റി പറഞ്ഞു. നമ്മള് ഒന്നാം സ്ഥാനം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവിതാംകൂറുകാർക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ തിരുവിതാംകൂറുകാർ പെട്ടെന്ന് മെച്ചപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് എഫേർട്സ് ഉണ്ട്, ഒരുപാട് എല്ലാവരും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗിവണായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കുടിക്കാനും കുളിക്കാനും കൃഷിക്കും വെള്ളം തരുന്ന 41 നദികളുണ്ട്. ഏതെങ്കിലും സർക്കാർ ഉത്തരവനുസരിച്ച് ഇങ്ങോട്ട് ഒഴുകാൻ തീരുമാനിച്ചാൽ നമുക്കൊരുപാട് ലഭ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല ജനത, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ കേരളത്തിലാണ് രാജസ്ഥാനേക്കാൾ കൂടുതൽ മഴ കിട്ടുന്നതുകൊണ്ട് കേരളം നല്ല സർക്കാരാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ മഴ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. പക്ഷെ ഉള്ള മഴ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ വിജയം. അതുപോലെയാണ് കാണുന്നത്. എല്ലാത്തിനും ഫലഭൂയിഷ്ടമായ ഒരു അന്തരീക്ഷമുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യത്തിന്. അത് നമ്മൾ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്ന പ്രതിസന്ധിയെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അണുബാധകളൊക്കെ ആയിരുന്നു പണ്ടൊക്കെ കൂടുതൽ. സമൂഹം മെച്ചപ്പെടുമ്പോൾ, ഒരു പ്രദേശം മെച്ചപ്പെടുമ്പോൾ അണുബാധകൾ കുറയുകയും അണുബാധകൾ മൂലമുള്ള മരണങ്ങൾ കുറയുകയും ചെയ്യും. ഉദാഹരണത്തിന് ക്ഷയരോഗം. ലോകത്തെ 25% ക്ഷയരോഗം ഇന്ത്യയിലാണ്. പക്ഷേ കേരളത്തിൽ ക്ഷയരോഗം കുറവാണ്. എന്നാലും 20,000-ലധികം ക്ഷയരോഗം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞ വർഷം. അപ്പോൾ അതുപോലത്തെ വിഷയങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ സാംക്രമിക രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റുകയും അല്ലെങ്കിൽ അത് കുറയുകയും ചെയ്യുമ്പോൾ മനുഷ്യർ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കുക കഴിയും. ആയുർദൈർഘ്യം കൂടും. അതുകൊണ്ടാണ് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ ആയുർദൈർഘ്യം കേരളത്തിലെ 80 വയസ്സാണ്. അത് അമേരിക്കയ്ക്ക് തുല്യമാണ്. പക്ഷെ നമുക്കറിയാം, അമേരിക്ക ജീവിച്ചവർക്കറിയാം 80-കാർ നമ്മുടെ ഇവിടെ കൂടുതൽ പേര് കിടപ്പായി പോകുമ്പോൾ അവിടെ കാർ ഓടിച്ച് നടക്കാം. വ്യത്യാസമുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ തന്നെ നമുക്കത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആയുർദൈർഘ്യം കൂടുമ്പോൾ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വൃദ്ധർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ 80 വയസ്സ് സ്ത്രീക്ക് ശരാശരി ആയുസ് എന്ന് പറയുമ്പോൾ പുരുഷന് 73 ഉള്ളൂ. അപ്പൊ സമപ്രായക്കാർ വിവാഹം കഴിച്ചാൽ പോലും അവസാനത്തെ ഒരു 7-8 വർഷം സ്ത്രീ ഒറ്റയ്ക്കായി. വാർദ്ധക്യകാലത്ത് ആലോചിച്ചോണം, ആരോഗ്യമുള്ളപ്പോഴല്ല. നമ്മുടെ ഇവിടെ സാധാരണ ഒരു 4-5 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ 4-5 വയസ്സിന് മുകളിൽ ആൺകുട്ടിയാണ്, അവർ തങ്ങളിലാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ 4-5 വയസ്സിന് വ്യത്യാസം വരാറുണ്ട് പൊതുവെ. എന്ന് പറഞ്ഞാൽ 10 വർഷത്തിലധികം ഗ്യാപ്പ് വരും. എന്റെ വീട്ടിൽ സംഭവിച്ചു. അപ്പൊ ഒരു സ്ത്രീ അവസാന കാലത്ത് ഒരു 10 കൊല്ലം ഒറ്റയ്ക്കായി. അപ്പൊ അവിടെ ബന്ധുക്കളിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. ചെറുമക്കളിൽ ഇപ്പൊ 5 കൊല്ലത്തിലൊരിക്കലായിരിക്കും നാട് കാണാൻ വരുന്നത്. അങ്ങനത്തെ ഒരു സമൂഹമായി മാറുകയാണ്. അപ്പൊ ഈ വൃദ്ധരായ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോവുകയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് മാത്രമല്ല അവരെ പരിചരിക്കുന്ന ഏത് വീട്ടിൽ നോക്കിയാലും പെൺമക്കളോ അല്ലെങ്കിൽ മരുമക്കളായിരിക്കും, പെൺമരുമക്കൾ. വീണ്ടും സ്ത്രീകൾ തന്നെയാണ് അതിനകത്ത് പെട്ടുപോകുന്നത്. പുരുഷന്മാരെ വർത്താനം പറഞ്ഞിട്ട് അവർ മുങ്ങും, അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ വൃദ്ധയായ 80, എനിക്ക് അറിയാവുന്ന അങ്ങനെ പല വീടുമുണ്ട്. 85 വയസ്സായ സ്ത്രീ കിടപ്പാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഓർമ്മ പോലും കാണില്ല. അവരുടെ മകൾ ഒരു 60 വയസ്സായ ഒരു മകള് ഇതിന്റെ പുറകെ എല്ലാം നടക്കുകയാണ്. അവരുടെ മക്കള് അവരും ഇതിന്റെ പുറകിലാണ്. അപ്പോൾ ഇത് സമൂഹവും കൂടി ഏറ്റെടുക്കേണ്ടി വരും, സർക്കാരും. ഈ വൃദ്ധരായ സ്ത്രീകളുടെ, അത് ഈ പകൽ വീടെന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെട്ടതുണ്ടെന്നല്ലാതെ അതിനൊരു സാമൂഹ്യ സംവിധാനം വേണ്ടി വരും.
ഇതായിരിക്കും നമ്മൾ ഏറ്റവും വാർദ്ധക്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ജനസംഖ്യ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായതുകൊണ്ടും സാന്ദ്രത കൂടുതലായതുകൊണ്ടും ഈ സാംക്രമിക രോഗങ്ങൾ ഏത് വന്നാലും ചിലപ്പോൾ ആദ്യം നമുക്കായിരിക്കും കിട്ടുന്നത്, പ്രത്യേകിച്ച് വായുവിലൂടെയൊക്കെ പകരുന്ന കോവിഡ് പോലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ നമ്മൾ തയ്യാറായിരിക്കണം. പിന്നെ റോഡ് അപകടങ്ങൾ. ഒരു വർഷം 4000-ലധികം പേരാണ് ഇപ്പൊ തന്നെ റോഡുകൾ മരിച്ചു പോകുന്നത്. അപ്പോൾ അതിനകത്തുള്ള ശ്രദ്ധ, ഇങ്ങനത്തെ പുതിയ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഒരു വർഷം 1,00,000 പേരിൽ 30 പേര് ആത്മഹത്യ ചെയ്യുകയാണ്. അത് വളരെ കൂടുതലാണ്, നമ്മുടെ ദേശീയ ശരാശരി വളരെ കൂടുതലാണ്. പിന്നെ പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗമൊക്കെ കൂടി വരികയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൂടുതൽ ജീവിച്ചിരിക്കുകയാണ്. ക്യാൻസർ, ഇവിടെയൊക്കെ ക്യാൻസർ കൂടുതലാന്ന് പറയും. ഇത് സംഭവം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ ശരാശരി ആയുസ് 30-32 വയസ്സേ ഉള്ളൂ. ഈ പല രോഗങ്ങളും വരുന്നതിന് മുമ്പ് മനുഷ്യൻ മരിച്ചു. ഇപ്പൊ ജീവിച്ചിരിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം നമുക്ക് കേരളത്തിന് പ്രധാന വിഷയങ്ങളാണ്. സ്ത്രീകള് തനിച്ചാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഇപ്പൊ സാറ് പറഞ്ഞ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേനും ഒരു നമ്മളുടെ ഇവിടുത്തെ പോലെ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലെ പോലെ സീനിയർ ഹോം അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം, ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇത് അവിടെ നമ്മൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അമ്മമാരോട് സംസാരിക്കുമ്പോഴോ അവർക്ക് അതിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് തന്നെ നമ്മൾ അവരെ കൊണ്ടുപോയി എവിടെയെങ്കിലും ആക്കാൻ പോവുകയാണോ എന്നുള്ള ഒരു പേടിയോടുകൂടിയാണ് അവർ ഇതാക്കുന്നത്. ഇപ്പോഴൊക്കെ കുറച്ച് അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മളുടെ സർക്കാരിന്റെ ഇതായിട്ട് ആ ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ അത് നല്ലതാണെന്നോ പിന്നെ അങ്ങനെ ഒരു സിസ്റ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒറ്റപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു, പക്ഷെ ഇത് സാർവത്രികമാകണം. കാരണം വൃദ്ധരെല്ലാം കൂടെ ഒരു സ്ഥലത്തും ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും വൃദ്ധരുണ്ട്. അപ്പൊ അവിടെ തന്നെ പ്രാദേശികം. നമുക്ക് അംഗൻവാടി ഇല്ലേ, അതുപോലെ എന്തുകൊണ്ട് നമുക്ക് അമ്മവാടി പാടില്ല അല്ലെങ്കിൽ വൃദ്ധവാടി പാടില്ല? ആ രീതിയിൽ ചിന്തിക്കണം. അപ്പോൾ അവർക്ക് കുറച്ചു നേരം മാറിയിരിക്കാൻ പറ്റിയാൽ തന്നെയും ചിലപ്പോൾ ബാക്കി കാര്യങ്ങൾ വീട്ടിൽ എളുപ്പമാവുകയും ചെയ്യും, അവർക്ക് പരസ്പര സമ്പർക്കം വരികയും ചെയ്യും. ഇപ്പം എൻ്റെ അമ്മ റിട്ടയറൊക്കെ ചെയ്തിങ്ങനെ, അപ്പം ഞാൻ അമ്മയോട് നടക്കാൻ പറയുമായിരുന്നു, അമ്മയ്ക്കും അതറിയാം. അമ്മ റോഡിൽ നടന്നപ്പോഴത്തേക്ക് ഒരു സ്ലാബില്ലാത്ത സ്ഥലത്ത് ഓടയ്ക്കകത്ത് വീണു. അപ്പം പിന്നെ ഞാൻ അമ്മയോട് നടക്കണ്ടെന്ന് പറഞ്ഞു. ഒന്നാ റോഡിലെ ആക്സിഡൻറ്റ്, ഈ റോഡ് അപകടത്തിൽ പെടുന്നതിന് 40% കാൽനടക്കാരാണ്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ തലസ്ഥാനത്തിലോ ഉദ്ഘാടനം നടത്തിയൊരു കാര്യമില്ല. എല്ലായിടത്തും ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് സമൂഹവും സർക്കാരും എല്ലാം കൂടെ ചേർന്ന് നടക്കുന്ന ഒരു രീതിയിലേക്ക് വരണം. അപ്പോൾ അത് വ്യാപകമായിട്ട് വരികയും വേണം, അതിന് സമ്പത്തും വേണം, അത് പ്രാദേശികമായിട്ട് സമ്പത്ത് വേണം, സമൂഹം അതിനുവേണ്ടി മൊബിലൈസ്. അല്ലെങ്കിൽ ഇത് വളരെ വലിയ പ്രശ്നമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോ ഈ വാർഡുകളിലെ കൗൺസിലർമാര് അപ്പൊ അല്ലെങ്കിൽ അവിടെയുള്ള സമൂഹത്തിലുള്ള ആൾക്കാരെല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് അവിടെയുള്ള ഒരു ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അവിടെയുള്ള വൃദ്ധരായിട്ടുള്ള അമ്മമാരെയും അല്ലെങ്കിൽ മാതാപിതാക്കളെ എല്ലാരെയും കൂടെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ട് അവരെല്ലാരെയും കൂടെ ഒരുമിച്ച് പകൽ നേരങ്ങളിൽ ഒരു പകൽ അവർക്ക് കൂടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ കമ്മ്യൂണിറ്റി സെന്ററുകളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ വാർഡുകളിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് പേര് നമുക്കറിയാവുന്ന, സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരുപാട് അമ്മമാര്, പ്രായമായവർ, ഒരിടത്തും പോകാൻ പറ്റാതെ വീടുകളിൽ തനിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്കും അറിയാം. അപ്പൊ ഞാൻ അടുത്ത ഒരു ഇത് സാറിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആരോഗ്യ രംഗത്ത് ശാസ്ത്രീയ തെളിവുകളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോഴത്തേനും ഒരു നേതാവ് എങ്ങനെയായിരിക്കണം തീരുമാനം എടുക്കേണ്ടതെന്നാണ് സാറ് വിചാരിക്കുന്നത്? ഈ സാങ്കേതിക തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം സാങ്കേതിക വിദഗ്ധർക്ക് വിട്ടുകൊടുക്കണം. ഇവിടെ പറ്റിപ്പോണത് തിരിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ നമ്മുടെ പൊതുജനാരോഗ്യ ബില്ല് ആക്ടായി മാറി, അത് വായിച്ചു നോക്കി അറിയാം. കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ അധികാരിയുടെ വാക്കാണ്, വാക്ക് ശരിയല്ലെങ്കിൽ പോലും അതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ്. അപ്പോൾ അത് ഒരു ഡയറക്ടറും കുറെ അഡീഷണൽ ഡയറക്ടർമാരും ഒരുപാട് 10-25 വർഷമൊക്കെ ആരോഗ്യവകുപ്പിൽ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഭരിച്ചൊക്കെ പരിചയമുള്ളവരാണ്. ഇവർക്ക് തീരുമാനങ്ങൾ വിട്ടുകൊടുക്കുകയും രാഷ്ട്രീയ നേതൃത്വം പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കാവുള്ളൂ. ലോക്ക്ഡൌൺ വേണോ വേണ്ടേ സംസ്ഥാനം മുഴുവൻ എന്നുള്ളത് ഒരു രാഷ്ട്രീയ തീരുമാനങ്ങൾ ചേർന്നാണ്. അത് ആരോഗ്യവകുപ്പ് ഉപദേശങ്ങൾ നേടിയിട്ട് അവർക്ക് വേണമെങ്കിൽ മന്ത്രിക്ക് തീരുമാനിക്കാം. പക്ഷെ ഇത് ഏത് മരുന്ന് കൊടുക്കണമെന്നുള്ളത് മന്ത്രി തീരുമാനിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ടുകളെ. പിന്നെ മാത്രമല്ല ഈ ഒരു PR വർക്ക് എന്നത് വളരെ പ്രത്യേക രീതിയിലേക്ക് നമ്മളൊരു അസുഖം വന്നാൽ അത് അസുഖം വരുന്നവരാദ്യം നമ്മൾ കുറ്റപ്പെടുത്തും, അസുഖം പോയി കഴിഞ്ഞാൽ അത് മന്ത്രിയുടെ കഴിവായിട്ട് വരും. ഇങ്ങനെയൊക്കെ വരുന്ന അതിൻ്റെ പറ്റി സിനിമ എടുക്കും.
ഞാൻ പറയും ഇത് മന്ത്രിമാർ വേണ്ടെന്നല്ല, മന്ത്രിസഭ ഇല്ലാത്തപ്പോഴും ഇവിടെ ആരോഗ്യവകുപ്പ് പൂട്ടിയിട്ടില്ല. ഗവർണർ ഭരണം വരുമ്പോൾ മെഡിക്കൽ കോളേജ് സർക്കാർ ആശുപത്രികൾ പൂട്ടിയിട്ടില്ല. മന്ത്രി എന്ന് പറയുന്നത് തൽക്കാലത്തേക്കുള്ള പൊളിറ്റിക്കൽ ഹെഡാണ്. അവരുടെ ആ പരിമിതി അവർ തിരിച്ചറിയണം. മന്ത്രി വരും പോകും. എന്താ മന്ത്രി നാളെ ചിലപ്പോൾ ഇന്നത്തെ ആരോഗ്യം നാളെ ചിലപ്പോൾ മന്ത്രിയെ ആയില്ലെന്ന് വരും, ആയാലും ചിലപ്പോൾ വേറൊരു വകുപ്പായിരിക്കും. പക്ഷെ ആരോഗ്യവകുപ്പ് ഒരു നിരന്തരമായിട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ പ്രവർത്തിക്കാൻ വിട്ടുകഴിഞ്ഞാൽ അതിനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ട്. പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കാരണമാണ് തീരുമാനങ്ങളൊക്കെ മാറ്റുകയും കോവിഡിന്റെ സമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശത്ത് റൂട്ട് പോലീസിന്റെയും പട്ടാളത്തിന്റെയും റൂട്ട് മാർച്ച് നടത്തുന്ന രീതിയിലേക്ക് സർക്കാർ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അവിടെ രാഷ്ട്രീയ ചിന്ത വന്നുകൊണ്ടാണ്. അത് സാങ്കേതിക പ്രവർത്തനമാണ്, ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനത്തെ ഒരുപാട് അബദ്ധങ്ങളെ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. പ്രത്യേക വിമാനം കൊണ്ടുവരണം കോവിഡ് രോഗികൾക്ക്, അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് വന്നവർ അവന്റെ റൂട്ട് മാപ്പ് പരസ്യമായിട്ട് വൈകുന്നേരം പ്രഖ്യാപിക്കുക. ഇതൊക്കെ എന്തൊരു, ഇത് ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മുഖ്യമന്ത്രി വൈകുന്നേരം ഇരുന്ന് അയാൾ പോയ റൂട്ട് വായിക്കുകയല്ലേ വേണം. അപ്പൊ ഇത്തരം ഇടപെടലാണ് ഇത് ചെയ്തുകൂടാന്ന് ആരോഗ്യ വകുപ്പുകാർക്കറിയാം. എന്നാൽ അവരെല്ലാം ഒരു സൈഡിൽ മൂലയ്ക്ക് ഇരുത്തിയിട്ട് ഇപ്പൊ തന്നെ പെറ്റീഷയ്ക്ക് അറിയാമോ കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേര്, മന്ത്രിയുടെ പേരറിയാം? മന്ത്രിയുടെ പേരറിയാം, കാരണം മന്ത്രി എപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നതുകൊണ്ട് മന്ത്രിയുടെ പേരറിയാം. ആകാം, അവർ പ്രൊഫസറായിക്കോട്ടെ, പക്ഷെ അവര് കയറി എല്ലാം കയറി ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പിൽ മൊത്തത്തിൽ മരവിപ്പുണ്ട്. ഇതെല്ലാം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഏറ്റെടുത്തു. അപ്പോൾ ആരോഗ്യവകുപ്പിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മതി. മന്ത്രിമാർ വരികയും പോവുകയും ചെയ്യാം, ആരോഗ്യവകുപ്പ് ഞങ്ങളങ്ങ് പ്രവർത്തിച്ചു. അതാണ് വേണ്ട അപ്രോച്ച്. അതിനകത്ത് കയറി ഒരുപാട് കൈകടത്തൽ നടത്തരുത്, ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെ ഈ 500-ലധികം ആരോഗ്യ ടെലിവിഷൻ പരിപാടികൾ സാറ് പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അനുഭവത്തിൽ നിന്ന് ഈ പൊതുജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനായിട്ട് ഒരു സുതാര്യമായിട്ടുള്ള ഒരു ആശയവിനിമയം എത്രമാത്രം പ്രാധാന്യമാണെന്നാണ് ഡോക്ടർ കരുതുന്നത്? സാർ ഇത്രയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. പലർക്കും മനസ്സിലാവുന്ന പോലെ അറിയില്ല. ഞാനത് 1993 മുതൽ സാർ അതിനെക്കുറിച്ച് കുറച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു, ആ ഒരു പരിപാടിയെ കുറിച്ച്. ഏഷ്യാനെറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ 2 സാറ്റലൈറ്റ് ചാനലിൽ ഒന്ന് ഏഷ്യാനെറ്റാണ്, മറ്റത് നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അവര് 93 തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു ആരോഗ്യ പരിപാടിയും കൂടെ ആരംഭിച്ചു. അത് എന്നെയാണ് ഏൽപ്പിച്ചത്. അത് എനിക്കും പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനത് പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ 1993 തൊട്ട് 2003 ഒരു 11 കൊല്ലം പൾസ് എന്നൊരു ആരോഗ്യ പരിപാടി അവതരിപ്പിച്ചു. അതെല്ലാം ഞായറാഴ്ചയായിരുന്നു. അന്നത്തെ പ്രശസ്തമായ പരിപാടിയായിരുന്നു. കാരണം അന്ന് ഏഷ്യാനെറ്റ് ചാനലിൽ തുടക്കത്തിലൊക്കെ ഉള്ളു, വേറെ ചാനൽസ് ഇല്ല. പിന്നെ ആരോഗ്യ കാര്യങ്ങൾ വന്ന് ടെലിവിഷനിൽ പറയുന്ന ഒരു ഡോക്ടർ ഞാൻ മാത്രമാണ്, ആദ്യത്തെ ഡോക്ടറാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ എനിക്കൊരു സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ ഞാനത് പഠിച്ചെടുത്ത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ ഹാർട്ട് അറ്റാക്കിനെ പറ്റി അല്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷനെ കാണിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഭക്ഷണ സമയത്താണ് ഇത് കണ്ടത്, വൈകുന്നേരം ഞായറാഴ്ച ഞങ്ങൾ TV ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, വീട്ടിലിരിക്കുന്ന സാധാരണ മനുഷ്യരെ, പാവം മനുഷ്യരെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാനല്ല പഠിപ്പിക്കേണ്ടത്, അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാമെന്ന്. അന്ന് ഇന്റർനെറ്റും ഒന്നും ഇല്ല. അപ്പോൾ എനിക്ക് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. നമുക്ക് വളരെ ലളിതമെന്ന് തോന്നുന്ന ഏമ്പക്കത്തെ പറ്റിയും അല്ലെങ്കിൽ വയറുരുണ്ട് കയറ്റം, ഗ്യാസ്, ഇതൊക്കെയായിരുന്നു മനുഷ്യരുടെ പ്രശ്നങ്ങൾ. അല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വേണ്ടി വന്നാൽ ഹാർട്ട് ഓപ്പറേഷൻ എങ്ങനെ നടക്കുന്നു, അന്നൊക്കെ പലതും പുതിയ ഉപകരണങ്ങളാണ്. ഇവിടെ ബൈപ്പാസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ടെലിവിഷനിൽ അന്ന് കാണിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എത്രയോ ആശുപത്രികൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ഉപകരണം, ആൻജിയോഗ്രാമൊക്കെ തിരുവനന്തപുരത്ത് ആൻജിയോഗ്രാം തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചൊക്കെ ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ അപ്പൊ കാണിച്ചിട്ടുള്ള ഒരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് നന്മകളുണ്ടായിട്ടുണ്ട്. ഞാനൊരു എപ്പിസോഡില് ഈ നമ്മുടെ ക്യാൻസർ രോഗത്തിനെതിരെ പലപ്പോഴും പറയുമ്പോൾ ഒരിക്കൽ ഈ മാറിലെ ക്യാൻസർ, സ്ത്രീകളുടെ മാറിൽ വരുന്ന, കൂടുതൽ സ്ത്രീകൾക്കാണല്ലോ വരുന്നത്, ആ ക്യാൻസറിനെ പറ്റി ഒരു പരിപാടി. ഇപ്പൊ സെൽഫ് എക്സാമിനേഷൻ, അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ദൂരദർശനിലൊക്കെ ഇപ്പോൾ സ്ത്രീയുടെ സ്ഥലമൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് കിട്ടിയൊരു വീഡിയോ വെച്ചിട്ട് സ്ത്രീകൾ എങ്ങനെ സ്വയം പരിശോധിക്കണം എന്നുള്ളത് 95-ലോ 96-ലാണെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് എനിക്കറിയാവുന്ന കുടുംബസുഹൃത്തുക്കളെ 2 സ്ത്രീകൾക്ക് അവർ കണ്ടുപിടിച്ചിട്ട് ഒരാളുടെ ചികിത്സ താമസിച്ചു, മറ്റൊരാളുടെ. അപ്പൊ എനിക്കറിയാവുന്ന 2 പേര് അതിനകത്ത് രക്ഷപ്പെട്ടു, പേഴ്സണലായിട്ട് അറിയാവുന്ന. അപ്പൊ ആരോഗ്യ പരിപാടി കൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് പോലും എന്ത് ഉപയോഗപ്പെടുന്നു എന്നുള്ളത് എനിക്കന്ന് തിരിച്ചറിവാണ്. അപ്പൊ അത് വലിയ അനുഭവമായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഡോക്ടർമാരുടെ സൈഡിൽ നിന്നല്ല രോഗങ്ങളെ പറ്റി ആലോചിക്കുന്നത്, രോഗിയുടെ സൈഡിൽ നിന്ന്, മനുഷ്യ സൈഡിൽ നിന്ന് ആലോചിക്കണമെന്ന് പഠിപ്പിച്ചൊരു പരിപാടി കൂടെയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരുപാട് തിരിച്ചറിവുണ്ടാകാൻ കാരണമായി. പക്ഷെ അതിനുശേഷം ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ടെലിവിഷനുകൾ ചർച്ചയ്ക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കറിണ്ടായ അറിവുകൾ പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട്. ജനങ്ങളുടെ ഓരോ ദിവസവും ജനങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള പഠിക്കാനും പറ്റുന്നു. അതാണ് ടെലിവിഷനിൽ വരുന്നുണ്ടായ എനിക്കുണ്ടായ ഗുണവും സമൂഹത്തിന് എന്റെ കൂട്ടത്തിലുണ്ടായ ഗുണവും. അതെ,
ഇതിങ്ങനെ ഒരു ആശയവിനിമയത്തിലൂടെ അത് ഒരു ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതുപോലെ ഈ തെറ്റായ വിവരങ്ങൾ വ്യാപകമായിട്ടുള്ള ഈ കാലത്ത് ഒരു നേതാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേതാക്കൾ ഈ പൊതുജനത്തിന്റെ ബോധവൽക്കരണത്തിൽ വഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അത് എവിടെയാണ് അതിനൊരു ബ്ലോക്ക് വരുന്നത്? എവിടെയാണ് ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്? എവിടെയാണ് അത്? സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രീയ ചിന്താഗതി അത് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ നേതൃത്വം കൊടുക്കുന്നവർക്ക് ഉണ്ടാകണം, മറ്റുള്ളവർക്കും ഉണ്ടാകണം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പല സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് പലർക്കും അവരുടെ റോളും ഉണ്ട്, സമൂഹത്തിൽ പലർക്കും ഉണ്ട്. പക്ഷെ ഈ നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത് പതുക്കെ മാറി വരണ്ട. ഇപ്പോൾ നമ്മുടെ മറ്റ് പല ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട്, അതുവരെ ആരോഗ്യവകുപ്പിന് ഉപയോഗിക്കാവുന്നതൊക്കെയാണ്. ക്ഷയരോഗ രംഗത്തൊക്കെ ആയുർവേദ ഹോമിയോ ഡോക്ടർമാരെയൊക്കെ 25 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഞാൻ അവരെ ഈ മരുന്ന് തുടർന്ന് കഴിക്കുന്ന ഉറപ്പുവരുത്താനായിട്ടൊക്കെ ഡോട്ട് പ്രൊവൈഡറായിട്ടും അല്ലെങ്കിൽ നേരത്തെ രോഗികളെ കണ്ടുപിടിച്ച് റെഫർ ചെയ്യാനായിട്ടൊക്കെ ഇവരൊക്കെ ഉപയോഗിച്ചിട്ടത് വലിയ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മോഡലായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ നമുക്കിപ്പോഴും 2 വർഷം മുമ്പും പാമ്പ് കടിച്ച 12 വയസ്സുകാരിയെ വിഷവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ കുട്ടി മരിച്ചു പോകുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. കേരളത്തിൽ ഒരാളും പാമ്പ് കടിച്ച് മരിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ആശുപത്രി എത്തിച്ചു കഴിഞ്ഞാൽ വിഷമുള്ള കടിയാണെങ്കിൽ. പക്ഷെ ഇപ്പോഴും നമ്മൾ സ്വയം പ്രഖ്യാപിച്ച വിഷവൈദ്യന്മാരൊക്കെ കുട്ടികളുടെ മരണത്തിന് കാരണം. ഒരു വിഷവൈദ്യനും യഥാർത്ഥത്തിൽ വിഷമുള്ളൊരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരാൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല, അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പേവിഷബാധ വന്നാൽ അതിനകത്തൊന്നും തർക്കത്തിന് നിൽക്കരുത്. വാക്സിനേഷൻ എടുത്തിട്ട് തന്നെ വാക്സിനേഷന് തകരാറ് മൂലം മനുഷ്യൻ മരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ പേവിഷബാധ സാധ്യതയുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുക തന്നെയാണ്. പിന്നെ പൊതുവെ വാക്സിനുകൾ കാരണമാണ് നമ്മളൊക്കെ ഒരു പക്ഷേ ഇപ്പം സംസാരിക്കാൻ പറ്റുന്നത്. ചില വാക്സിൻ എടുത്തിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ മരിച്ചുപോയി. കോവിഡ് വാക്സിൻ എടുത്തില്ല ചിലപ്പോൾ നമ്മൾ ഇന്ന് പറയാനുണ്ടാകില്ല. അപ്പം വാക്സിൻ വിരുദ്ധ എന്നൊക്കെ പറയുന്ന തെളിയിക്കപ്പെട്ട ശാസ്ത്രത്തിനെതിരെ നിലപാടെടുക്കാൻ നോക്കണം. നമ്മളും എടുക്കരുത്, മറ്റുള്ളവരെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അന്നേരം രാഷ്ട്രീയ താല്പര്യം നോക്കരുത്. എൻ്റെ അമ്മ കോവിഡ് വന്ന് മരിച്ച ആളാണ്, വാക്സിനൊക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ എനിക്കറിയാം നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരാൾ ഇടയ്ക്ക് വെച്ചപ്പോൾ വലിയ പ്രശസ്തിയായിരുന്നു. വൈറസേ ഇല്ല, കോവിഡ് എന്ന രോഗമില്ല എന്ന് ഒരാൾ, അയാൾ ഒരു യോഗ്യത ഇല്ലാത്ത ആളാണ് ഈ വിദ്യാഭ്യാസപരമായിട്ട്. ഒരാൾക്ക് അങ്ങ് തോന്നി അയാൾ സ്വയം ഡോക്ടറായിട്ട് പ്രഖ്യാപിച്ചിട്ട് അയാൾ വൈറസ് ഇല്ല എന്ന്, അയാൾ കോവിഡ് വന്ന് മരിച്ചു. ആലോചിച്ച് നോക്കുന്നു, ഞാൻ ആ പേര് പറയുന്നില്ല. അയാൾക്കെതിരെ കേസ് എന്തൊക്കെ വന്നെങ്കിലും അങ്ങനത്തെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരുള്ളപ്പോൾ തന്നെ ഈ സ്വയം പ്രഖ്യാപിച്ച് നാട്ടുവൈദ്യം എന്നൊക്കെ പറഞ്ഞ് ആളെ വിശ്വസിപ്പിക്കാനും രാഷ്ട്രീയക്കാരെ വരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ആ ഒരു അവസ്ഥ മാറണം. നമുക്കൊരു സയൻസ് മാറും. സയൻസ് ഈ പണ്ട് പെൻസിൽ കുത്തിവയ്പ്പ് വ്യാപകമായിരുന്നു, ഇപ്പം അതില്ല. പുതിയ സുരക്ഷിതമായ മരുന്നുകൾ വന്നില്ല. അങ്ങനെ മാറുന്നതല്ലാതെ ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കുക, അവർക്ക് പിന്തുണ കൊടുക്കുക, അവരുണ്ടാക്കുന്ന അപകടങ്ങൾക്ക് കൂട്ടുനിൽക്കുക, അറിഞ്ഞോ അറിയാതെ. ഇതൊക്കെയാണ് ആരോഗ്യരംഗത്തെ ലീഡർഷിപ്പിന് ഉണ്ടാകേണ്ട മാറ്റേണ്ടത്. ഓക്കെ സാർ, ഇന്നിപ്പോ ഇത് കാണുന്ന ഒരു യുവ മെഡിക്കൽ വിദ്യാർത്ഥിയോടോ അല്ലെങ്കിൽ ഒരു പൊതു ആരോഗ്യ വിദ്യാർത്ഥിയോടോ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യൂത്തിൽപ്പെട്ട ഒരാളോടോ സേവനം അല്ലെങ്കിൽ നേതൃത്വം, വിഷൻ അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വം എന്നിവയെ കുറിച്ച് ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സന്ദേശം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡോക്ടർ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്? സന്ദേശം കൊടുക്കാനുള്ള ഔന്നത്യമൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സാറിനെ ഒത്തിരി പേര് സാറിനെ ഒരു മെന്ററായിട്ട് കരുതുന്നുണ്ട്. സാറിന്റെ കീഴില് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഇത് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അല്ല, മെഡിക്കൽ കോളേജിലേക്ക് വരാൻ അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് തന്നെ ഞാൻ പറയാം, താല്പര്യം ഉണ്ടെങ്കിൽ വരാം. താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ പ്രശസ്തി ഉണ്ടാകും അല്ലെങ്കിൽ പണം ഉണ്ടാകും, ആ രീതിയിലേക്കുള്ള ചിന്തകൾ വെച്ച് വരും. അത് യാഥാർത്ഥ്യവുമല്ല. അപ്പോൾ വളരെ ചെറിയ ശതമാനം ഡോക്ടർമാരാണ് അതിസമ്പന്നരായിട്ടൊക്കെ മാറുന്നത്. അതിനകത്ത് പോലും പലപ്പോഴും നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റാത്ത താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ വന്നുപെടാറുണ്ട്. ഇതൊരു തൊഴിലായിട്ട് കണ്ട് ഇതിനകത്ത് വന്ന് ലാഭം ഉണ്ടാക്കാം, പേരെടുക്കാം, അങ്ങനെയല്ല വരേണ്ടത്. ഇതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. പേരെടുക്കണമെങ്കിൽ പോലും ഒരുപാട് അധ്വാനവും ക്ഷമയും കമ്മിറ്റ്മെൻറ്റും ഒക്കെ വേണം. അപ്പം അതിന് തയ്യാറാണെങ്കിലേ വരാവൂ. ഇനി എനിക്കറിയാവുന്നൊരു സുഹൃത്ത് മകളെ 2ാമത്തെ എൻട്രൻസും കിട്ടാത്ത 3ാമത്തെ എൻട്രൻസിന് എഴുതാൻ സമ്മതിക്കാതെ കല്യാണപ്രായമായി പോകുന്നൊക്കെ പറഞ്ഞ്
പറഞ്ഞ വീട്ടിൽ ആ കുട്ടിയുടെ താല്പര്യം കേട്ട് ഞാൻ ആ സുഹൃത്തിനോട് വഴക്കുണ്ടാക്കി ആ കുട്ടിയെ മെഡിസിൻ വിടാൻ നിർബന്ധിക്കുക, ആ കുട്ടി ഡോക്ടറായി മാറുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ പഠിക്കാൻ അനുവദിക്കണം, അവർക്ക് ആ താല്പര്യം. ഇവിടെ അങ്ങനെയല്ല, അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുണ്ട്, എഞ്ചിനീയറിംഗ് പോകണമെന്ന് കുട്ടി പറയുമ്പോൾ അവനെ കൊണ്ട് മെഡിക്കൽ കോളേജ് ചേർക്കും, അവൻ അവിടെ കിടന്ന് വിഷമിച്ചു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ മെഡിസിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വരാവുള്ളൂ. വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഇത് ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ പരീക്ഷയെ വിളിക്കും, എനിക്ക് പറയാൻ പറ്റുമോ, ഞാനിപ്പോൾ ഒത്തിരി വേറെ കാര്യങ്ങൾ ചെയ്യുകയാണ്, എനിക്ക് വരാൻ പറ്റാന്ന് പറയാൻ പറ്റില്ല. ചികിത്സയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ വിമാനത്തിൽ പലരും ചികിത്സിക്കാറുണ്ട് ഇപ്പോഴും. ഡോക്ടറിന് വേണ്ടി അനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ആളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ തയ്യാറാണെങ്കിലേ പ്രൊഫഷനിൽ വരാവുള്ളൂ. നല്ല പ്രൊഫഷനാണ്, മനുഷ്യരെ രക്ഷിക്കാൻ കഴിയാന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷെ അതിനകത്ത് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരും പുതിയ തലമുറയോടും പറയേണ്ടത്, ഇതിനകത്ത് ഈ നൈതികത ഇല്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. പണം നമുക്ക് ആവശ്യമാണ്, സർക്കാർ ജോലി കിട്ടാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിച്ച് മനുഷ്യന് പണം തരും ചികിത്സിച്ച് കഴിഞ്ഞാൽ. പക്ഷെ അത് പണം കൂടുതൽ കിട്ടാനും പെട്ടെന്ന് കിട്ടാനും നൈതിക മാർഗങ്ങൾ വിടരുത്. അതുകൊണ്ടാണ് ചെറിയ ശതമാനം ചെയ്യുമ്പോൾ തന്നെ ഈ പ്രൊഫഷണൽ ആൾക്ക് വിശ്വാസമില്ലാത്ത. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫോൺ കോൾസ് ഓരോ ദിവസവും, ഡോക്ടർ ഈ മരുന്ന് കുറിച്ചത് കഴിക്കണോ, അല്ലെങ്കിൽ ഈ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് ചെയ്യണോ, ഈ ഓപ്പറേഷൻ തേർഡ് ഒപ്പീനിയനും ഫോർത്ത് ഒപ്പീനിയനും ഒക്കെയാണ്. കാരണം ആർക്കും വിശ്വാസം ഇല്ലാത്തൊരു സാഹചര്യത്തില് ഡോക്ടർമാരെ കുറ്റം മാത്രമല്ല, കാരണം സയൻസൊക്കെ വളരുകയാണ്, പിന്നെ പരസ്പര വിശ്വാസമില്ലാത്തൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട്. എന്നാലും ഡോക്ടർമാരെ എനിക്ക് പറയേണ്ടത്, അത്തരം ആ പണം വേണ്ടാന്ന് വെക്കണം, അമിത മാർഗത്തിലൂടെ പണം വേണ്ടാന്ന്. ഇപ്പൊ കേരളത്തിന്റെ ഒരു ആരോഗ്യ ഭാവിയെ കുറിച്ച് ഡോക്ടർ ഒത്തിരി പ്രതീക്ഷ കാണുന്നുണ്ട്, ഒത്തിരി സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ഡോക്ടർ അങ്ങനെ ഒരു ഭാവി, കേരളത്തിന്റെ ഒരു ആരോഗ്യ ഭാവി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ നോക്കുമ്പോഴത്തേനും ഒരു പ്രതീക്ഷയോടെ കാണുന്ന ഒരു കാര്യം എന്തായിരിക്കും, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോഴത്തേനും എന്തായിരിക്കും? ഈ രണ്ട് കാര്യവും കൂടെ പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിന് ഒരു ഇതാവും. പ്രതീക്ഷ എന്ന് പറയുന്നത്, കേരളം അനുദിനം ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചലഞ്ചസ് ഉണ്ടെങ്കിലും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ അവബോധമാണ്. കോവിഡ് കാലത്ത് ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ, എൻ്റെ വിദ്യാർത്ഥികളുടെ പഠനം നടത്തി വെച്ചപ്പോൾ 95% പേരും കേരളത്തിൽ മാസ്ക് ധരിക്കുകയാണ്, ഒരു നിർബന്ധമില്ലാതെ. പല സംസ്ഥാനങ്ങളും പോലീസ് ഓടിച്ചിട്ട് പിടിച്ചാണ് മാസ്ക് ധരിപ്പിക്കുന്നത്. അപ്പോൾ ആരോഗ്യ അവബോധവും വിദ്യാഭ്യാസവും സാക്ഷരതയും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ് നമ്മൾ, ഒരു പ്രത്യേക സമൂഹമാണ്. അപ്പോൾ നമുക്കിവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ചെയ്യിക്കാനും എളുപ്പമാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ആരോഗ്യ അവബോധമുള്ളവർ, നമ്മൾ വൃത്തി ശുചിത്വത്തിനകത്ത് നമ്മൾ വളരെ മുന്നിലാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ആയുർദൈർഘ്യം കൂടുന്നത് കൊണ്ടും റിസോഴ്സസ് സമ്പത്തൊക്കെ കുറവായതുകൊണ്ടും ആരോഗ്യരംഗത്ത് ഇൻവെസ്റ്റ്മെന്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറവായതുകൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ ബജറ്റിന് 4% ആരോഗ്യത്തിന് മാറ്റിവെക്കുന്നു. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിൽ മറ്റുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ ശരാശരി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റിൽ 40% എടുക്കുമ്പോൾ കേരളത്തിൽ 60%. നമ്മുടെ സർക്കാർ ചികിത്സ, സർക്കാർ ആശുപത്രികൾ നമുക്കെല്ലാം ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 60% ചെലവ് നമുക്കാണ്. അപ്പോൾ നമുക്ക് അതുവഴി ഉണ്ടാകുന്ന ഈ കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. പാവപ്പെട്ടവന് പല രോഗങ്ങളും കൂടുതൽ വരും, അവൻ്റെ ചികിത്സ എങ്ങനെ കഴിയുമ്പോൾ അവൻ പരമദരിദ്രനായി. ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഈ ചികിത്സാ ചെലവും കൂടെ കൂടുകയാണ്. മാത്രമല്ല, ഇപ്പോൾ സ്വകാര്യ മേഖല നമുക്ക് ആവശ്യമായിരിക്കുമ്പോൾ തന്നെ, പക്ഷെ സ്വകാര്യ മേഖല ആശുപത്രികൾ വിദേശ കമ്പനികൾ വാങ്ങിക്കുകയാണ്. അവരുടെ റേറ്റൊക്കെ ചിലപ്പോൾ നമുക്ക് സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. പണമുള്ളവരവിടെ പോയി ചികിത്സിച്ചോട്ടെ, പക്ഷെ പണമില്ലാത്ത പാവപ്പെട്ടവരുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തി നിർത്തണം, അതിന് പരമാവധി ശ്രമം വേണം. സ്വകാര്യ മേഖലയായിട്ട് മത്സരിക്കുകയല്ല വേണ്ടത്. പാവപ്പെട്ടവൻ വരുന്ന സ്ഥലങ്ങളിൽ അത് ഉള്ളതേ പറയാവൂ. നമുക്ക് ആലോചിച്ച് നോക്കണം, മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിലാണ് പോകുന്നത്, എന്നിട്ട് ഇവിടെ എല്ലാം മെച്ചമാണ്. കേരളത്തിൽ എല്ലാ ചികിത്സ എന്ന് പറയുമ്പോൾ വിശ്വാസതയുടെ പ്രശ്നം. അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ സ്വകാര്യ ആശുപത്രിയിൽ കിടന്നാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടുത്താണ്. അപ്പൊ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാതിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട്. ജനങ്ങൾക്ക് സംശയം ഉണർത്തുകയാണ്. അപ്പൊ അവിടെ എന്നിട്ട് ഗവൺമെന്റ് എല്ലാ സൗകര്യം ഉണ്ടെന്ന് പറയുമ്പോൾ കുറെ പാവങ്ങൾ എല്ലാം പ്രതീക്ഷ അവിടെ ചെല്ലും. സൗകര്യങ്ങൾ, ഞാൻ വഴി കിടന്ന് മൃതപ്രായനായ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞാൻ ചെല്ലുമ്പോൾ റോഡിൽ ആൾക്കൂട്ട് നോക്കുമ്പോൾ ഒരാൾ മരിച്ചു കിടക്കുക എന്നാണ് അവിടെ കൂടെ ഉള്ളവർ വന്ന് ബൈക്ക് അപകടത്തിൽപ്പെട്ട്. ഞാനിവിടെ ഇടപെട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഒരു ആംബുലൻസ് കിട്ടിയത്. ആംബുലൻസുകൾ പോലും കിട്ടാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് തൊട്ടടുത്താണ്, ഒരു പ്രൈവറ്റ് ആശുപത്രി. എനിക്ക് മനസ്സിലായി ജീവനുണ്ടെന്നുള്ളത്. പിന്നെ ഒരു വഴിയിൽ വന്നൊരു ആംബുലൻസുകൾ തടഞ്ഞു നിർത്തി അതിനകത്ത് കയറ്റി. ഒരു മാരുതി ഒമ്നി വാനാണ്, അതിനകത്ത് ഡ്രൈവറും ഒരു സ്ട്രെച്ചറും ഞാനും മാത്രമാണ്.
അവിടെ ഒരു സംവിധാനം. എന്നിട്ട് ഇയാളുടെ അമിത വേഗത കാരണം ഇയാൾ വണ്ടിയും തെറിച്ചു പോകുന്നു. ഞാൻ പല പ്രാവശ്യം ഡ്രൈവറെ തോളിത്തിട്ട് പതുക്കെ പോകാൻ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നിട്ട് ഇയാളെ നോക്കാൻ ഒരു അരമണിക്കൂർ എടുത്തു. ഞാൻ നോക്കുമ്പോൾ അകത്ത് ഇയാളെ വെച്ചിട്ട് പോകാൻ പറ്റും. സ്ട്രെച്ചറിൽ ഇയാൾ താഴെ വിടും. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി നഴ്സുമാരും ഡോക്ടർമാരും നെട്ടോട്ടമാണ്. അത്രയധികം രോഗിയാണ്. ഇപ്പൊ ഞാൻ വഴി കിടന്നാൽ ഇതായിരിക്കും സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി. നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിലായിരിക്കും ചില പ്രശ്നം. ആ സ്ഥിതി മാറേണ്ടിയിരിക്കും. ഇതൊക്കെ ഇത്രയൊക്കെ പറഞ്ഞ് സാറ് നിർത്തുമ്പോഴും കുടുംബത്തെ ഒന്ന് പറഞ്ഞു പോകാതെ പറ്റില്ല. കാരണം അത്രയധികം ഒരു ഇവിടെയൊക്കെ നമ്മൾ പറയില്ലേ വർക്ക് ഹോം ബാലൻസ് എന്ന് പറയുന്ന പോലെ, സാറ് കുറച്ച് നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഭാര്യയും മക്കളും എല്ലാവരും ഈ ഒരു ഫീൽഡിലൊക്കെ തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുന്നുണ്ട്. എന്നാലും ഡോക്ടറുടെ ഈ ഒരു സേവന ബോധവും സാമൂഹിക ഉത്തരവാദിത്വവും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിന്റെ പങ്ക് എത്രത്തോളം ആണെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത്? അത് ഇപ്പോഴത്തെ നമ്മുടെ ജീവിത പങ്കാളിയും കുട്ടികളും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എനിക്ക് എന്നത്രയും തന്നെ അല്ലെ എന്നേക്കാൾ കൂടുതൽ ക്വാളിഫൈഡ് ആണ് ഡോക്ടർ സന്ധ്യ, നമ്മുടെ എൻ്റെ ജീവിത പങ്കാളി. അപ്പോൾ അത് തന്നെ വലിയ സൗകര്യമാണ്. പലപ്പോഴും നമ്മൾക്ക് ഈ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് പിന്തുണ കിട്ടാൻ വരുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടി പോകുന്നത്. ഞങ്ങളുടെ എന്നെപ്പോലെ തന്നെ ഒരുപക്ഷെ എന്നേക്കാൾ ക്വാളിഫൈഡ് ആണ് വൈഫ്. അപ്പോൾ പൊതുജനാരോഗ്യത്തിലാണ് പഠനങ്ങളും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ പലപ്പോഴും പരസ്പരം ജോലിയിലൊക്കെ സഹായിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവസാനത്തെ അമേരിക്കയിൽ പോകുന്നത് വരെ അമേരിക്കയിലും കുറേ നാൾ ഒരുമിച്ചാണ് ഞങ്ങൾ തീരുമാനം എടുക്കുന്നത്. ഏത് രാജ്യത്ത് ജോലി കിട്ടിയാലും മക്കളും സന്ധ്യയും കൂടെ സമ്മതിക്കുന്നെങ്കിൽ ഞാൻ ആ ജോലി സ്വീകരിക്കില്ല, തിരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാലഘട്ടം കഴിഞ്ഞ് പിന്നെ നമുക്ക് കുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കണം. പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന വലിയ ജോലികളിലേക്ക് വരുമ്പോഴത്തെ ചിലപ്പോൾ നമ്മൾ വേറെ രാജ്യത്ത് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അത്തരം സാഹചര്യങ്ങൾ വന്നു. അപ്പോൾ അതൊരു കുടുംബത്തിന്റെ തീരുമാനമാണ്. അപ്പോൾ അത് പിന്നെ മക്കളുടെ കാര്യമൊക്കെ അവർ വലുതാകുമ്പോഴത്തേക്ക് അവർ സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ. അവരുടെ വീട്ടിനകത്ത് നടന്ന് അവരുടെ കൂടെ വീട്ടിലൊക്കെ ആയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ആവശ്യമില്ലാത്ത തർക്കങ്ങളെ അറിയാമല്ലോ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ. അപ്പൊ അത് അക്കാര്യത്തിൽ ഞാൻ തമാശയായിട്ട് പറയണം, ഞാൻ അമേരിക്കയിലേക്ക് വരുന്ന മൂത്തവനോട് പറയുമ്പോ അവൻ ചോദിക്കുന്നു, അച്ഛ എന്നാ പോണെന്ന് തിരിച്ച്. ചെറുപ്പക്കാരുടെ ഞാൻ ആദ്യം എന്ന് പറയും. പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ, കാരണം അവരുടെ സ്വാതന്ത്ര്യം പലതും ഹനിക്കപ്പെടും നമ്മളവിടെ നിൽക്കുമ്പോൾ. അപ്പൊ അത് പലപ്പോഴും നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ അല്ലെ അവരെ മാറ്റി നിർത്തുമ്പോഴാണ് അവർ കൂടുതൽ സ്വാതന്ത്ര്യവും സന്തോഷവും. നമുക്ക് അങ്ങനെയല്ല. അപ്പൂപ്പന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും മക്കളെ അങ്ങനെ കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതാണ് ഈ സ്നേഹം, അതാണ് യാഥാർത്ഥ്യം എന്ന് ഞാൻ ചെറുപ്പക്കാർ പറയുന്നത്. കല്യാണം കഴിയുമ്പോഴത്തേനൊക്കെ പതുക്കെയാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറുന്ന. പലപ്പോഴും തൊട്ടടുത്ത് ഞാനെങ്ങനെയാണ്, അച്ഛനും അമ്മയും ഉണ്ട്, തൊട്ടടുത്ത് ഞാനും താമസിച്ചു, അടുത്തടുത്ത വീടുകളിൽ. ഇവിടെ സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ആവശ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റും ആ കൾച്ചറിലേക്കൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ സംതൃപ്ത കുടുംബമാണ്, പരസ്പരം ശല്യം ചെയ്യാത്ത. സന്തോഷം, അത് കേൾക്കാൻ തന്നെ സന്തോഷമുണ്ട്. ഞാൻ അറിയുന്നതാണ്. എന്നാലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ഡോക്ടർക്ക് ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുത്തത് ഏതായിരിക്കും? എനിക്ക് തോന്നുന്നത് ഡോക്ടർ സന്ധ്യയെ കല്യാണം കഴിച്ചതായിരിക്കും അല്ലെ ഏറ്റവും? അല്ല, അത് ഞങ്ങൾ പരസ്പരം അറിഞ്ഞതിന് ശേഷം വിവാഹം ഞങ്ങൾ പരസ്പരം ഒരുപാട് സംസാരിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ഏറ്റവും നല്ല തീരുമാനം അതായിരുന്നു എന്ന് എനിക്ക് പറയാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അതായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ പകുതി അല്ലെങ്കിൽ 1/3 വെച്ച് തുടങ്ങുന്ന ഒരു തീരുമാനം, അത് ശരി തന്നെയാണ്, ഒരു തീരുമാനം തന്നെയാണ്. പക്ഷെ അത് ഏറ്റവും നല്ല തീരുമാനങ്ങളൊന്നായിട്ടാണ് ഞാനും സന്ധ്യ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ, അത് ഡോക്ടറോട് ചോദിക്കാനുള്ള ചോദ്യമായിരുന്നു. ഞാൻ തന്നെ അത് മറുപടിയും പറഞ്ഞു. കാരണം അത് തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അതിന് മറുപടി പറയുകയും ചെയ്തു. ഡോക്ടർ പറയേണ്ട മറുപടി ഞാൻ തന്നെ പറയുകയും ചെയ്തു. അതൊരു പ്രധാന തീരുമാനമാണ്. പക്ഷെ ഡിഫിക്കൽട്ട് ഡിസിഷൻസ് ചിലപ്പോൾ അതൊന്നും അല്ല. ഡിഫിക്കൽട്ട് ഡിസിഷൻ കേരളം വിട്ടിട്ട് 40-ാം വയസ്സിൽ ഡൽഹിയിലേക്ക് WHO നാഷണൽ ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടി അത് പോകാൻ പെട്ടെന്ന് അതുവരെയുള്ള ജീവിതം എല്ലാം പറിച്ച് വേറെ നഗരത്തിലേക്ക് പറിച്ച് കിടാനെടുത്ത തീരുമാനം എളുപ്പമല്ലായിരുന്നു. രക്ഷാർത്ഥം എല്ലാം ഞാൻ തനി മലയാളിയായിട്ട് ഇവിടെ ജീവിക്കുക. പിന്നെ ഡൽഹി ജീവിക്കുമ്പോൾ യുദ്ധം നടന്ന അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ് ആഭ്യന്തരം നടക്കുന്ന തിമോർ എന്ന രാജ്യത്തേക്ക് പോകുന്നു. എല്ലാവരും പറഞ്ഞു പോകുന്നു, അറിയാവുന്ന എല്ലാവരും അവിടേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനത്തെ പ്രൊഫഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡിഫിക്കൽട്ട് ഡിസിഷൻസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ കരിയർ ഉണ്ടായത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് തീരുമാനങ്ങൾ ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട്
തിരിച്ചു തിരിച്ച് നാട്ടിലേക്കുള്ള വരവ്. നല്ല ജോലി കളഞ്ഞിട്ട് വരിക. അപ്പൊ അങ്ങനത്തെ പ്രൊഫഷണൽ കരിയറിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വന്നു. എന്തായാലും തിരിച്ചു നാട്ടിലേക്കുള്ള വരവ് നല്ലതിനായി തന്നെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 6 വർഷമായി. ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നേതൃത്വം ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. സേവനത്തിലൂടെയും വിഷനിലൂടെയും സമൂഹത്തോട് പുലർത്തുന്ന പ്രതിബദ്ധതയാണ് അതിന്റെ അളവുകോൽ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിലൂടെ ഒരു നിലപാട് പ്രചരിപ്പിക്കാനല്ല, ഒരു ചർച്ചയ്ക്കുള്ള ഒരു വേദി സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ബിയോണ്ട് ബോർഡേഴ്സിൽ നമ്മൾ സംസാരിക്കുന്നത് സ്വാധീനിക്കാനല്ല, ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രതിഫലിപ്പിക്കാനുമാണ്. വളരെ ആഴമുള്ളതും സത്യസന്ധവുമായ സംഭാഷണത്തിന് ഡോക്ടർ SS ലാലിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇത് കാണുന്ന ഓരോരുത്തർക്കും ഒരു സംഭാഷണം, സാറ് പറഞ്ഞ ഒരു കാര്യമെങ്കിലും, ഒരു ചോദ്യമെങ്കിലും, ഒരു പുതിയ കാഴ്ചപ്പാടെങ്കിലും നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് മീര ശങ്കർ. Again, thank you so much, Dr. SS ലാൽ.